ഇപ്പോൾ വരുന്നൊരു വാർത്ത, ഇറാന്റെ ആണവായുധ പദ്ധതിക്ക് തെളിവില്ലെന്നാണ് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി പറയുന്നത്. ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും അവകാശങ്ങൾ ഇപ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ നമ്മുടെ ഇപ്പോൾ നടക്കുന്ന അശാന്തിയുടെ കാലത്ത് യുദ്ധത്തിൽ ഏർപ്പെടാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന രീതിയിലുള്ള നിലപാടെടുത്തിരിക്കുന്ന ബ്രിട്ടൻ അമേരിക്കയ്ക്ക് അലോസരമാകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് ചില അഭിപ്രായ ഭിന്നതകൾ വരുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും തത്സമയം ചേരുകയാണ്. മധു, ശരിക്കും ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ ബ്രിട്ടന് താല്പര്യമില്ല എന്ന് അവർ ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ അമേരിക്ക ബ്രിട്ടൻ കൂടെ വേണം എന്ന കാര്യത്തിൽ നിർബന്ധം പിടിക്കുന്നു. എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്? ഗുഡ് മോർണിംഗ് എസ്കെൻ. ഈ വാർത്തയിലേക്ക് പോകുന്നതിന് മുന്നേ യൂസഫ് അലി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റുമോ? അത് അമേരിക്കയിൽ നിന്നുള്ള ഗ്രൗണ്ട് റിയാലിറ്റി കാര്യങ്ങളാണ്. ഈ യൂസഫ് അലി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകർ വളരെ തെറ്റായ രീതിയിലുള്ള മിസ്ലീഡ് ചെയ്യുന്ന വാർത്തകൾ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല എസ്കെൻ, US കോൺസുലേറ്റിലേക്ക് ഇപ്പം US വിസയുള്ള ആൾക്കാരുടെ ഇത്തരം വാർത്തകളും എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടുള്ള നിരവധി കംപ്ലൈൻറ്റുകൾ രാഷ്ട്രീയ നേതാക്കളുടെ ഉൾപ്പെടെ പോയിട്ടുണ്ട്. എനിക്കും ഒരു പണി കിട്ടി. എനിക്ക് വളരെ എളുപ്പത്തിൽ, ഞാനൊരു അമേരിക്കൻ പൗരനാണ്, എനിക്ക് വളരെ എളുപ്പത്തിൽ കിട്ടേണ്ടിയ ഒരു ആപ്ലിക്കേഷൻ ഫെഡറൽ ഗവൺമെൻറ് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഡീആക്ടിവേറ്റും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. പ്രത്യേകിച്ച് ഇപ്പോൾ റോയിട്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ ഏതാണ്ട് 350 മില്യൺ ജനതയുള്ള അമേരിക്കയിലെ 1200 പേരുടെ ഒരു ഒപ്പീനിയൻ പോൾ വെച്ചിട്ട് യുദ്ധത്തിനെതിരാണ് അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടത്തിനെതിരാണ്. ഒന്നാമത് അമേരിക്കയിലെ ഈ ജനാധിപത്യ രീതി അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ABCD പോലും അറിയാതെയാണ് ഇതെല്ലാം പറയുന്നത്. ഒരു അമേരിക്കൻ പ്രസിഡന്റിന് വളരെയധികം പരിമിതികളുണ്ട്. നമ്മൾ ഇന്ത്യയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ US കോൺഗ്രസിനാണ് അമേരിക്കയുടെ ഓണർഷിപ്പ്. അവരുടെ അനുവാദമില്ലാതെ ഒരു പരിധിക്കപ്പുറം ഒരു അമേരിക്കൻ പ്രസിഡന്റും പോകാൻ പറ്റത്തില്ല. കൃത്യമായി ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ താരിഫിലുമൊക്കെ നമ്മൾ കണ്ടതാണ് ഡൊണാൾഡ് ട്രംപ് നേരിടുന്ന തിരിച്ചടികൾ. തന്നെയുമല്ല, ഇത് വാർ ഡിക്ലെയർ ചെയ്ത് പോയിരിക്കുന്നതുമല്ല. US മിലിറ്ററി കൊടുത്തിരിക്കുന്ന ഒരു സൈനിക ഇടപെടലിൻ്റെ പ്രോജക്റ്റ് അത് നടപ്പിലാക്കാനായിട്ടുള്ള US പ്രസിഡന്റ് ഒപ്പാണ്. അല്ലാതെ യുദ്ധത്തിന് അല്ല ഉള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ അല്ല ഡൊണാൾഡ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. ഇനി എസ്കെൻ പറഞ്ഞ വാർത്തയിലേക്ക് വരുമ്പോൾ, ഈ ബ്രിട്ടന്റെ 2 എയർബേസുകൾ ലഭിക്കുമായിരുന്നെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾ കൃത്യമായി പ്രതിരോധിക്കാൻ പറ്റുമെന്ന് US മിലിറ്ററി ബ്രിട്ടനോട് ആവശ്യപ്പെട്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ആ മിലിറ്ററി ബേസ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അത് റിഫ്യൂസ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഉപയോഗിച്ചോളാനായിട്ട് പറഞ്ഞു. റോയൽ എയർഫോഴ്സിൻ്റെ 2 ബേസുകൾ അമേരിക്കൻ സേനയ്ക്ക് പ്രതിരോധത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാമെന്ന് ബ്രിട്ടൻ പറഞ്ഞിട്ടുണ്ട്. ട്രംപ് ഉപയോഗിച്ച വാക്ക്, ഇത് നിങ്ങൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഇത് വളരെ ദുഃഖകരമായ ഒരു തീരുമാനമായി പോയി ആദ്യഘട്ടത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. തന്നെയുമല്ല, ഈ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയുടെ ഈ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ട് അവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നതും നമുക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് തന്നെ വായിക്കുവാൻ സാധിക്കും. ഇപ്പോൾ നയതന്ത്ര തലത്തിൽ ഈ ബ്രിട്ടനും അമേരിക്കയുമായിട്ടുള്ള ഈ ആദ്യ സ്റ്റേജിലുണ്ടായ ഈ ഉരസൽ മാറ്റുവാനായിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, മധു എന്താണ് അങ്ങനെയൊക്കെ പറയുന്നത്? മധു ഒരു അമേരിക്കയിൽ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുള്ള നമ്മുടെ 24-ൻ്റെ പ്രതിനിധിയാണ്. എന്തായാലും അമേരിക്ക പോലൊരു വിദേശ രാജ്യത്ത് താമസിക്കുമ്പോൾ ചില പരിമിതികളൊക്കെ മധുവിനുണ്ട്. അതേസമയം ഈ ഊഹങ്ങൾ വെച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. യുദ്ധകാലത്ത് നമുക്ക് ഒരുപാട് ആത്മനിയന്ത്രണങ്ങൾ, അതിപ്പോൾ ഇന്ത്യയിലായാലും എവിടെയായാലും നമുക്ക് പാലിക്കേണ്ടി വരും. കാരണം യുദ്ധകാലത്ത് എല്ലാ സത്യങ്ങളും തുറന്നു പറയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.